ഞാൻ ഇന്ന് വീട്ടിൽ വന്നേക്കുവാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോകണത്. അമ്മ അവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർ 2 പേരും താണ്ട അമ്മ വരുന്നുണ്ട്. അപ്പച്ചൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞാണ് അപ്പച്ചൻ ഇരിക്കുന്നത്. എന്നാ അപ്പച്ചൻ വരാത്തെ? അതെന്നെ വരാത്ത അപ്പച്ചന് വന്ന എന്നെ കുഴപ്പം. ഓ ഇച്ചിരി അഹങ്കാരം അപ്പച്ചന്, അതുകൊണ്ട് അപ്പച്ചൻ വരാത്തത്. അപ്പൊ ഞങ്ങള് പോകണം. നല്ല വലിയ മുട്ട മഴ വരുന്നുണ്ട്. മുടി വെട്ടിച്ചിട്ട് മനുഷ്യക്കാലം. ഇപ്പോഴാണ് അവന്റെ മുഖം കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവന്റെ മുഖം കാണാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്ത സമയം എടുക്കുന്ന ആള് വേണ്ട ലാസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ശരി, ഞങ്ങള് ഷോപ്പിങ്ങിന് പോയിട്ട്. ഇതാണ് നമ്മുടെ നോട്ടി, അനുവിന്റെ വീട്ടിലെ നോട്ടിയാണിത്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ താഴത്തെ എന്തോ ഇത് നമ്മുടെ വീടിന്റെ താഴത്തെ പാടം. ഇത് പണ്ട് ഷോർട്ടിൽ ഞാനിട്ടു. ഇതേ ഒരു വലിയ കൊക്ക്. ഇത് നോക്കി, വേണ്ടറിയ ഒരു വലിയ കൊക്ക്. അത് ഇടയ്ക്ക് വരുന്നയാ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ വരണം, ഈ കയറ്റം കയറി നടന്ന് മടുത്തേ. ഇനി നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി. ഈ കുരിശാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. കുരിശല്ല ബസ് സ്റ്റോപ്പ്, കുരിശിൻ്റെ അപ്പുറയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്, തുരുത്തിക്കര. നമ്മളങ്ങനെ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അമ്മയുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങിച്ച സ്ഥലം. ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ട്രെൻഡ്സിലേക്ക് പോവാം നമുക്ക്. നമ്മൾ ട്രെൻഡ്സിൽ വന്ന് ഇതിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ബാക്കാണ് കാണുന്നുള്ളൂ. ജസ്റ്റ് ചെറിയൊരു സ്റ്റെപ്പല്ലോളം അവിടെ ഇരിക്കാണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. എന്തായാലും കാണിയിരിക്കാൻ. അമ്മ നടന്ന് മടുത്തെന്നാണ് പറയുന്നത്. ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഓടിച്ചാടി നടക്കുവാണ്. കളിക്കാൻ വന്നതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ആ ഗ്രീൻ ഇത് വരുന്ന നോക്കിയിട്ടില്ല ചേച്ചി. അങ്ങനെ കൊച്ചിനെ 2-3 ടീഷർട്ട് എടുത്തു വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എല്ലാം അവിടെയാണോ? ചേരൂലേ? വലുത് മതി. അപ്പം ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കാണുന്ന ഹോട്ടലിൽ പോവുകയാണ്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. നോക്കിക്കേ. ഞങ്ങൾ വന്നിട്ടുള്ളത് മുളന്തുരുത്തി പള്ളിത്താഴത്തുള്ള നെഫ്റ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിപ്പം ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി, പക്ഷേ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതും പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും നല്ല ഫുഡ് അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പം നമുക്ക് മെനു കാർഡ് കിട്ടി. മെനു കിട്ടിയപ്പോൾ നമ്മൾ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് ഫുള്ള് അരിച്ച് പെറുക്കി വായിച്ച് പഠിച്ചതിന് ശേഷമാണ് ഫുഡ് ഓർഡർ ചെയ്തത്. കാരണം ഫുഡ് റേറ്റൊക്കെ കുറച്ചും കൂടെ ഹൈ ആയിട്ട് തോന്നി സാധാരണത്തേലും. അങ്ങനെ ഞങ്ങൾ പിള്ളേർക്ക് KFC വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേർക്ക് ചിക്കൻ ഓർഡർ ചെയ്തു. വന്നിരിക്കുന്നത് ഇതാ ഇവിടെയാണ്. അകത്ത് കയറിയിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കുകയാണ് വരുന്നതെന്ന് നോക്കി. ഇടയ്ക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാഴ്ച പോകാൻ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്ത് അത് ആസ്വദിക്കുന്നത്. അത് ഫിൽറ്ററാണേ. ഫിൽറ്റർ ഇട്ടിട്ട് മാറി ഫിൽറ്റർ ഇട്ടിട്ട് അത് ആസ്വദിക്കുക. ഇരുണ്ടിരിക്കണ എന്നാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു 10-20 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്കിതാ പ്ലേറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പ്ലേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ആശ്വസിച്ചു, ഇപ്പം നമുക്ക് കിട്ടുമല്ലോ എന്ന്. പക്ഷേ പ്ലേറ്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത്, നമ്മൾ ഓരോ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെമൺ ജ്യൂസ് കിട്ടി. പിന്നെ അമ്മയുടെ ചപ്പാത്തിയും ബീഫ് കറിയും. അമ്മയ്ക്ക് അതായിരുന്നു ഓർഡർ ചെയ്തത്. അമ്മയ്ക്ക് ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയും നല്ലതായിരുന്നു കേട്ടോ. നല്ല ബീഫ് കറിയായിരുന്നു.
അമ്മയുടെ ഫുഡ് വന്നു കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത്. നമ്മൾ ചിക്കൻ KFC ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ ബണ്ണും മയോണൈസും പിന്നെ സലാഡും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ അതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് 9 പീസുള്ള ചിക്കൻ്റെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാനിപ്പോൾ മറന്നുപോയി. അങ്ങനെ അത് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഞാൻ വീതിച്ചു കൊടുത്തു. ഞങ്ങൾ 4 പേര് മാത്രമേ കഴിക്കത്തുള്ളൂ. അമ്മ ഇത് കഴിക്കത്തില്ല. വീതം വെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നല്ലേ കണ്ടു നോക്ക്. എനിക്കില്ല ഫ്രൈസ്. അങ്ങനെ കിട്ടിയ ഉടനെ ഇത്ര നേരത്തെ കാതിരിപ്പ് കൊണ്ട് വെച്ചെന്ന ഒരു പരിവായതുകൊണ്ട് കിട്ടിയ ഉടനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഞാൻ അമ്മയുടെ നിന്ന് ഇച്ചിരി ബീഫ് കറി എടുത്തിട്ട് എൻ്റെ കൂടെ കിട്ടുന്ന ഈ ബണ്ണുണ്ടല്ലോ അത് കഴിക്കുവാണ്. അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു. കാരണം ഇരുന്നിരുന്ന് തന്നെ നമ്മുടെ വിശപ്പ് ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു കേട്ടോ. കാരണം അരമണിക്കൂർ കൂടുതൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. ഞാൻ 2 പീസ് ചിക്കനാണ് കഴിച്ചത്. അതൊരു വിധത്തിലാണ് വയറ് വല്ലാതെ നിറഞ്ഞു പോയിരുന്നു. അവസാന ഘട്ട പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരുടെയും വയറ് നിറഞ്ഞിട്ട് പറ്റുന്നില്ല. പക്ഷെ അതെങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് 2 പേരും കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 9 പീസുള്ളതാണ് വാങ്ങിച്ചത്. പറ്റുന്നില്ല കഴിക്കാൻ. പക്ഷേ എങ്കിലും അത് എങ്ങനെയെങ്കിലും തീർക്കുമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് 2 പേരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലാര് ജയിക്കും? മുത്തൂസ് ജയിക്കുമോ കുഞ്ഞൂസ് ജയിക്കുമോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അവിടുത്തെ സജിച്ചേട്ടൻ്റെ ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ കടയിലോട്ട് പോയിരിക്കുകയാണ്. വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്.